നമ്മൾ നോക്കാൻ പോകുന്നത്. ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഇഫ് എൽസ് ഇഫ് എല്ലാരും പറഞ്ഞത്. അതിന്റെ വേറൊരു എക്സാമ്പിൾ നോക്കാം. ഇഫ് എൽസ് ഇഫിന്റെ നോക്കി ഈ എക്സാമ്പിൾ നോക്കി. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, മൈനം എന്ന് പറഞ്ഞ ഒരു വേരിയബിൾ ഉണ്ട്. മൈനം ഈക്വൽ ടു എന്താണ് 10. ഇഫ് മൈനം ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ എന്ത് പ്രിന്റ് ചെയ്യണം, പ്രിന്റ് ഓഫ് ദ വാല്യൂ ഈസ് പോസിറ്റീവ് നമ്പർ. ഇനി എൽസ് ഇഫ് മൈനമിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 അല്ല, വേറൊരു കണ്ടീഷൻ. എൽസ് ഇഫ് മൈനം ലെസ് ദാൻ 0 ആണെങ്കിൽ എന്ത് പ്രിന്റ് ചെയ്യണം, പ്രിന്റ് ഓഫ് വാല്യൂ ഈസ് നെഗറ്റീവ് നമ്പർ. ഇനി അത് രണ്ടും അല്ല, മൈനം ഗ്രേറ്റർ ദാൻ 0 അല്ല, മൈനം ലെസ് ദാൻ 0 അല്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്ത് പ്രിന്റ് ചെയ്യണം, എൽസ് എന്ന് പറഞ്ഞ ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും. അതായത് പ്രിന്റ് ഓഫ് ദ വാല്യൂ ഈസ് 0 എന്ന് എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, നമുക്ക് ഔട്ട്പുട്ട് എന്ത് വന്നേ, ദ വാല്യൂ ഈസ് എ പോസിറ്റീവ് നമ്പർ. കാരണം മൈനമിന്റെ വാല്യൂ എന്തുവാ, ഗ്രേറ്റർ ദാൻ 0 ആണ്. ഓക്കെ, ഇത് മനസ്സിലായല്ലോ. നമ്മൾ എന്തൊക്കെ പഠിച്ചു, ഈഫ് പഠിച്ചു, ഈഫ് എൽസ് പഠിച്ചു, പിന്നെന്ത് പഠിച്ചു, ഈഫ് എൽസ് ഇഫ് പഠിച്ചു അല്ലേ, എൽസ് ഇഫ് പഠിച്ചു. ഇത്ര ഒക്കെ ആണല്ലോ. നമുക്ക് സി സ്വിച്ച് ഉണ്ട്. സ്വിച്ച് എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ട് കേട്ടോ, അതെന്താന്ന് നോക്കാവേ. സ്വിച്ച് അത്യാവശ്യം കുറച്ച് പാടാ, ശ്രദ്ധിച്ചിരിക്കണം. സംഭവം എളുപ്പമാണ്, ആദ്യം അതൊന്ന് മനസ്സിലാക്കി തരാൻ കുറച്ച് പാടാണ്. സ്വിച്ച് കേട്ടിട്ടുണ്ടോ, കോളേജിൽ പഠിപ്പിച്ചോ സ്വിച്ച്? അതിന് പഠിപ്പിച്ചോ? സ്വിച്ച് പഠിപ്പിച്ചായിരുന്നോ? സ്വിച്ച് പഠിപ്പിച്ചോ? അറിയാവോ? ആദ്യത്തിന് അറിയാവോ? അപ്പൊ ശ്രദ്ധിച്ചിരിക്കണേ. അപ്പൊ സ്വിച്ച് ഇത്രേ ഉള്ളൂ. ഞാൻ പറയുന്നത് അതുപോലെ നോക്കിയാൽ മതി. ഇൻസ്റ്റെഡ് ഓഫ് റൈറ്റിംഗ് മെനി ഈഫ് സ്റ്റേറ്റ്മെന്റ് യു ക്യാൻ യൂസ് എന്താണ്, ഈ എന്താണ് സ്വിച്ച് സ്റ്റേറ്റ്മെന്റ്. നമ്മൾ ഈ എൽസിഫ് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരുപാട് യൂസ് ചെയ്യത്തില്ല ഈ എൽസിഫ്. അപ്പോൾ ഒരുപാട് കണ്ടീഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് എൽസിഫ് എഴുതേണ്ടി വരും. അപ്പൊ അങ്ങനെ എൽസിഫ് എഴുതുന്നതിന് പകരം നമുക്ക് അത് എന്ത് ചെയ്യാം, അത് സ്വിച്ച് വെച്ച് നമുക്ക് അതിനെ റീപ്ലേസ് ചെയ്യാം. ഓക്കെ, അപ്പൊ സ്വിച്ചിന്റെ സിന്റാക്സ് എന്താണെന്ന് ഞാൻ ആദ്യം പറയാം. ദ സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് സെലക്ട് വൺ ഓഫ് മെനി കോഡ് ബ്ലോക്ക് ടു ബി എക്സിക്യൂട്ടഡ്. ഒരുപാട് കോഡ് ബ്ലോക്ക് ഉണ്ട്, അതിൽ ഏതെങ്കിലും ഒരു കോഡ് ബ്ലോക്ക് ആയിരിക്കും സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി സെലക്ട് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഇവിടെ സ്വിച്ച് എക്സ്പ്രഷൻ കൊടുത്തു, കേർലി ബ്രാക്കറ്റ് ഓപ്പൺ. കേസ് എക്സ് ആണെങ്കിൽ കോഡ് ബ്ലോക്ക് എന്താണെന്ന് എക്സിക്യൂട്ട് ചെയ്യേണ്ട അത് എഴുതി കൊടുക്കുക, ബ്രേക്ക്. ആദ്യത്തെ ഞാൻ ആദ്യം ഇതൊക്കെ പറയാം, പ്രോഗ്രാം പറയുമ്പോഴേ മനസ്സിലാവത്തുള്ളൂ കേട്ടോ. അപ്പൊ അത് കേട്ടിരിക്കും കേട്ടോ. ഇനി ഈ കേസ് എക്സ് അല്ല, അടുത്ത കേസ് അന്നേരം നോക്കും, കേസ് വൈ ആണോ നോക്കും. അപ്പൊ കേസ് വൈ ആണെങ്കിൽ എന്ത് എക്സിക്യൂട്ട് ചെയ്യും, കോഡ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും, എന്നിട്ട് ബ്രേക്ക്. ഇനി അതൊന്നും അല്ല, കേസ് എക്സും അല്ല കേസ് വൈയും അല്ല, അങ്ങനെയാണെങ്കിൽ ഏത് ബ്ലോക്ക് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്തത്, ഡിഫോൾട്ട് ബ്ലോക്ക് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. എന്നിട്ട് ആ കോഡ് ബ്ലോക്ക്, ആ ഡിഫോൾട്ടിനകത്ത് എഴുതിയിരിക്കുന്ന കോഡ് എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, if how it is work, the switch expression is evaluated once. The value of the expression is compared with the value of each case. ഈ കേസ് ഓരോ കേസുമായിട്ട് എന്ത് ചെയ്യും, അതിന്റെ വാല്യൂ കമ്പയർ ചെയ്യും. ഇഫ് there is a match, the associated block of the code is executed. അപ്പൊ കേസ് എക്സുമായിട്ടാ മാച്ച് ചെയ്യുന്നതെങ്കിൽ ആ കോഡ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും. ഇനി അതല്ല കേസ് വൈയുമായിട്ടാണ് മാച്ച് ചെയ്യുന്നതെങ്കിൽ ആ കോഡ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും. The break statement break out of the switch block and stop execution. നമ്മളുടെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്തതിനു ശേഷം ആ സ്വിച്ചിന്റെ അകത്തു നിന്ന് വെളി വരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബ്രേക്ക് യൂസ് ചെയ്യുന്നത്. The default statement is optional and specifies some code to be run if there is no case match. നമ്മുടെ കേസ് ഒന്നും മാച്ച് ചെയ്യുന്നില്ലെങ്കിൽ ഇനി എന്ത് പ്രിന്റ് ചെയ്യണം, അതാണ് ഡീഫോൾട്ടിനകത്ത് എഴുതി കൊടുക്കുന്നത്. എക്സാമ്പിൾ പറയാൻ വേണ്ടി മനസ്സിലാവത്തുള്ളൂ. ഈ എക്സാമ്പിൾ നോക്കാം കേട്ടോ. ഇതൊരു പ്രോഗ്രാം ആണ്, അത്രയും കണ്ടല്ലോ. അവിടെ ഞാൻ സ്വിച്ച് എന്ന് എഴുതിയിട്ടുണ്ട്, അത്രയും മാത്രം ആദ്യം നോക്കുക. കണ്ടോ, നമ്മൾ സ്വിച്ചിനെ പറ്റിയാണ് പഠിക്കുന്നത്. സ്വിച്ച് എൽസിഎഫിന് പകരം യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ സ്വിച്ച് കീവേഡ് യൂസ് ചെയ്യുന്നുണ്ട്, അത്രയും മനസ്സിലായല്ലോ. അപ്പൊ ഇവിടെ ഡേയുടെ വാല്യൂ 4 കൊടുത്തേക്കുന്നത്. നോക്കിയേ, ഡേയുടെ വാല്യൂ എത്ര കൊടുത്തേക്കുന്നത്, ഡേയുടെ വാല്യൂ ഇവിടെ 4 കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പൊ കേസ് 1, ഡേ നമ്പർ 1 ആണെങ്കിൽ എന്ത് പ്രിന്റ് ചെയ്യണം, മൺഡേ എന്ന് പ്രിന്റ് ചെയ്യണം. ഡേ നമ്പർ 2 ആണെങ്കിൽ എന്ത് പ്രിന്റ് ചെയ്യണം, ട്യൂസ്ഡേ എന്ന് പ്രിന്റ് ചെയ്യണം. ഡേ നമ്പർ 3 ആണെങ്കിൽ എന്ത് പ്രിന്റ് ചെയ്യണം, വെനസ്ഡേ എന്ന് പ്രിന്റ് ചെയ്യണം. ഡേ നമ്പർ 4 ആണെങ്കിൽ എന്ത് പ്രിന്റ് ചെയ്യണം, തേഴ്സ്ഡേ എന്ന് പ്രിന്റ് ചെയ്യണം. ഡേ നമ്പർ 5 ആണെങ്കിൽ എന്ത് പ്രിന്റ് ചെയ്യണം, ഫ്രൈഡേ എന്ന് പ്രിന്റ് ചെയ്യണം. ഡേ നമ്പർ 6 ആണെങ്കിൽ എന്ത് പ്രിന്റ് ചെയ്യണം, സാറ്റർഡേ എന്ന് പ്രിന്റ് ചെയ്യണം.
ഡേ നമ്പർ 7 ആണെങ്കിൽ എന്ത് പ്രിന്റ് ചെയ്യണം? സൺഡേ എന്ന് പ്രിന്റ് ചെയ്യണം. ഇതാണ് നമ്മുടെ ഡേ നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡേയുടെ ഇത് വെച്ചിട്ട് നമ്മൾ എഴുതിയ പ്രോഗ്രാം. ഓക്കെ, അപ്പൊ ഇവിടെ 4 എന്ന് പറഞ്ഞ ഡേ നമ്പർ കൊടുത്തപ്പോൾ എന്താണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടിയേ? തേഴ്സ്ഡേ എന്നാ കിട്ടിയത്. എന്താ കിട്ടിയേ? തേഴ്സ്ഡേ. ഓക്കെ, ഇത്രയും മനസ്സിലായോ? ഡേ നമ്പർ 4 കൊടുത്തപ്പോൾ എന്താ ഔട്ട്പുട്ട് കിട്ടിയത്? തേഴ്സ്ഡേ. ആദ്യത്തെ ഇത്ര മനസ്സിലായോ? ഓക്കെ, ഇനി നമ്മൾ സ്വിച്ച് എന്താണെന്നാ നമ്മൾ പറഞ്ഞേ? സ്വിച്ച് എന്താണെന്നാ പറഞ്ഞേ? നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് സെലക്ട് വൺ ഓഫ് ദ മെനി കോഡ് ബ്ലോക്ക് ടു ബി എക്സിക്യൂട്ടഡ്. ഏതെങ്കിലും ഒരു ബ്ലോക്കിനെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്? അത് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ സ്വിച്ചിന്റെ അകത്ത് നമുക്കിപ്പോ ഇവിടെ ഡേ നമ്പർ കൊടുക്കുമ്പോൾ കറസ്പോണ്ട് ചെയ്യാറോ ഡേയുടെ ഏത് ഡേ ആണ് പ്രിന്റ് ചെയ്യണം. ഇവിടെ സ്വിച്ചിന്റെ അകത്ത് നമ്മൾ ഈ ഡേ എന്ന് പറഞ്ഞ വേരിയബിൾ കൊടുക്കണം. ആ ഡേ എന്ന് പറഞ്ഞ വേരിയബിൾ ആണ് സ്വിച്ചിന്റെ അകത്ത് കൊടുക്കേണ്ടത്. ആ ഡേ എന്ന് പറഞ്ഞ വേരിയബിളിനകത്താണ് എന്തിരിക്കുന്നത്? വാല്യൂ ഇരിക്കുന്നത്. ഓക്കെ, അതിനുശേഷം കേസ് 1 എന്താണ്? പ്രിന്റ് ഓഫ് മൺഡേ. അതായത് ഈ കേസ് ഇവിടെ നമ്മൾ സ്വിച്ചിന്റെ സിന്റാക്സ് പറയുമ്പോൾ പറഞ്ഞായിരുന്നു, കേസ് CASE എന്ന് എഴുതുക. എന്നിട്ട് അവിടെ ഈ എക്സ് എന്ന് പറഞ്ഞേക്കുന്നത് നമ്മുടെ ആ ഡേ എന്ന് പറഞ്ഞ വേരിയബിളുമായിട്ട് മാച്ച് ചെയ്യാവുന്ന നമ്പറാണ് കൊടുക്കേണ്ടത്. ഈ കേസിലാകുമ്പോൾ നമ്മൾ ഇവിടെ എന്താ കൊടുക്കണ്ടേ? ഇവിടെ ഡേ, അപ്പൊ ഇവിടെ എന്താ കൊടുക്കണ്ടേ? നമ്മൾ ഡേ നമ്പറാണ് കൊടുക്കണ്ടേ, 1 2 3. അപ്പോൾ ഒരു വീക്കിൽ എത്ര ഡേ ഉണ്ട്? മൊത്തം 7 ഡേയ്സ് ഉണ്ട്. അപ്പൊ 1 2 3 4 5 6 7 കൊടുക്കണം. ഇവിടെ കേസ് 1 ആണെങ്കിൽ, ഡേയുടെ വാല്യൂ 1 ആണെങ്കിൽ, ഇതെന്ന് പറയുന്ന ഡേയുടെ വാല്യൂ ആണ് ഈ 1. ഈ ഡേയുടെ വാല്യൂ 1 ആവുകയാണെങ്കിൽ എന്ത് പ്രിന്റ് ചെയ്യണം? പ്രിന്റ് ഓഫ് മൺഡേ എന്ന് പ്രിന്റ് ചെയ്യണം. എന്നിട്ട് നമുക്ക് താഴോട്ട് വല്ലതും നോക്കണോ? വേണ്ട. അതുകൊണ്ടാണ് ഇവിടെ എന്ത് എഴുതിയേക്കുന്നത്? ബ്രേക്ക് എഴുതിയേക്കുന്നത്. ഓക്കെ, പറഞ്ഞ ഇത്രേ ഉള്ളൂ. നമ്മുടെ ഈ സ്വിച്ചിന്റെ അകത്തുള്ള ഡേ എന്ന് പറഞ്ഞ വേരിയബിളിന്റെ വാല്യൂ 1 ആവുകയാണെങ്കിൽ എന്ത് പ്രിന്റ് ചെയ്യണം? പ്രിന്റ് ഓഫ് മൺഡേ എന്ന് പ്രിന്റ് ചെയ്യണം. ഓക്കെ, അതിനുശേഷം ബ്രേക്ക് കൊടുക്കുക. താഴോട്ടുള്ള ഒന്നും നോക്കണ്ട. അതാണ് ഈ ബ്രേക്കിന്റെ അർത്ഥം. താഴോട്ടുള്ള ഒന്നും സിസ്റ്റം എന്ത് ചെയ്യത്തില്ല? റീഡ് ചെയ്യത്തില്ല. ഓക്കെ, ഇനി ഡേയുടെ വാല്യൂ, ഈ സ്വിച്ചിന്റെ അകത്തിരിക്കുന്ന ഡേയുടെ വാല്യൂ 1 അല്ല. അതായത് ഇനി അടുത്ത് എന്താവാൻ ചാൻസ് ഉണ്ട്? 2 ആവാൻ ചാൻസ് ഉണ്ട്, 2 ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് കേസ് 2 എന്ന് കൊടുത്തേക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഡേയുടെ വാല്യൂ 2 ആവുകയാണെങ്കിൽ എന്ത് പ്രിന്റ് ചെയ്യണം? പ്രിന്റ് ഓഫ് ട്യൂസ്ഡേ എന്ന് പ്രിന്റ് ചെയ്യണം. അതിനുശേഷം എന്ത് ചെയ്യുക? ബ്രേക്ക് ചെയ്യുക. കാരണം താഴോട്ടുള്ളതൊന്നും നോക്കണ്ട. കാരണം 2 ആവുകയാണെങ്കിൽ ട്യൂസ്ഡേ എന്ന് പ്രിന്റ് ചെയ്യുക. ഇത്ര മനസ്സിലായോ? ഇത്ര മനസ്സിലായോ? ആദ്യത്തെ ഇത്ര മനസ്സിലായോ? ഇതിന്റെ വേറൊരു എക്സാമ്പിൾ തന്നെ ചെയ്യാൻ ഞാൻ തരാം, അന്നേരം മനസ്സിലായിക്കോളും. മനസ്സിലായില്ലേ? കേട്ടോ? അത്ര ഓക്കെ. ഇതിപ്പോ ഡേയുടെ ഇല്ലേ തന്നിരിക്കുന്നത്? ഞാൻ മന്തിന്റെ തരാം. ഇത് വെച്ചിട്ട് 12 മാസം ഉണ്ടല്ലോ, ജനുവരി ഫെബ്രുവരി മാർച്ച്. അപ്പൊ അതിന്റെ ഒരു പ്രോഗ്രാം തരാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. ഇനി കേസ് 3, അതായത് ഈ സ്വിച്ചിന്റെ അകത്ത് ഡേയുടെ വാല്യൂ 3 ആവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എന്ത് പ്രിന്റ് ചെയ്യണം? കേസ് ഈ ഡേയുടെ വാല്യൂ 3 ആവുകയാണെങ്കിൽ വെനസ്ഡേ എന്ന് പ്രിന്റ് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യാം? നമുക്ക് ബ്രേക്ക് ചെയ്യാം. ഇനി അതല്ല, ഡേയുടെ വാല്യൂ 4 ആവുകയാണെങ്കിൽ, ഈ ഡേയുടെ വാല്യൂ 4 ആവുകയാണെങ്കിൽ എന്ത് പ്രിന്റ് ചെയ്യണം? തേഴ്സ്ഡേ എന്ന് പ്രിന്റ് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യാം? ബ്രേക്ക് ചെയ്യാം. ഇനി അതുമല്ല, ഡേയുടെ വാല്യൂ എന്താവണം? 5 ആവുകയാണെങ്കിൽ എന്ത് പ്രിന്റ് ചെയ്യണം? ഫ്രൈഡേ എന്ന് പ്രിന്റ് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം? ബ്രേക്ക് ചെയ്യണം. ഇനി ഡേയുടെ വാല്യൂ 6 ആണെങ്കിൽ, ഈ സ്വിച്ചിന്റെ അകത്ത് ഡേയുടെ വാല്യൂ 6 ആണെങ്കിൽ എന്ത് പ്രിന്റ് ചെയ്യണം? പ്രിന്റ് ഓഫ് സാറ്റർഡേ എന്ന് പ്രിന്റ് ചെയ്യണം. ബ്രേക്ക് ചെയ്യണം. ഓക്കെ, ഇനി അടുത്ത കേസ് 7, ഡേയുടെ വാല്യൂ 7 ആണെങ്കിൽ എന്ത് പ്രിന്റ് ചെയ്യണം? പ്രിന്റ് ഓഫ് സൺഡേ എന്ന് പ്രിന്റ് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം? ബ്രേക്ക് ചെയ്യണം. ഇതൊന്നും അല്ല നമ്മൾ കൊടുക്കുന്ന, നമ്മൾ പറഞ്ഞായിരുന്നു സ്വിച്ചിനകത്തൊരു ഡീഫാൾട്ട് ഉണ്ട് അല്ലേ? അതായത് ഈ കേസ് കോൺസ്റ്റന്റ് നമ്മളെ കൊടുക്കുന്ന കേസിനകത്തൊന്നും വാല്യൂ വരുന്നില്ല, വേറെ വാല്യൂ ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ എന്ത് പ്രിന്റ് ചെയ്യണം എന്നുള്ളതാണ് ഡീഫാൾട്ടിനകത്ത് എഴുതി കൊടുക്കുന്നത്. ഡിഫോൾട്ട് enter a valid number. ഓക്കെ, ഇതിപ്പോ ആൾറെഡി ഇവര് ഡേയുടെ വാല്യൂ കൊടുത്തേക്കും, അതുകൊണ്ട് ഇവർ തേഴ്സ്ഡേ കാണിക്കത്തുള്ളൂ. നമുക്ക് ഈ പ്രോഗ്രാം ഒന്ന് മാറ്റാവേ. ഞാൻ ഇവിടെ ആൾറെഡി 4 കൊടുത്തേക്കും, അത് മാറ്റിയിട്ട് നമുക്ക് കീബോർഡ് വഴി ഡേ നമ്പർ റീഡ് ചെയ്യാം. ഓക്കെ, enter day number. അപ്പൊ നമ്മൾ ആ ഡേ നമ്പർ റീഡ് ചെയ്യണമെങ്കിൽ ഒരു വേരിയബിൾ വേണ്ടേ? അപ്പൊ ഇന്റ് ഡേ എന്ന് പറഞ്ഞു കൊടുത്തു. സ്കാൻഎഫ് വെച്ച് റീഡ് ചെയ്യുക. സ്കാൻഎഫ് %d ampersand കണ്ടിന്യൂ നോക്കാം.
ഇവിടെ ഒരു എറർ വന്നു. എവിടെ എറർ നോക്കി? എവിടെ എറർ നോക്കി? ഇവിടെ കോളൻ കൊടുത്തു. തൽക്കാലം നമുക്ക് ഡിഫോൾട്ട് കൊടുക്കണ്ടേ. ഈ തൽക്കാലം ഈ ഡിഫോൾട്ട് അങ്ങ് എടുത്ത് കളയുവാണ്, കാരണം ഈ മെസ്സേജ് കയറി വന്നു. അത് നമുക്ക് പിന്നെ അത് ശരിയാക്കാം. ഡിഫോൾട്ട് കൊടുക്കുന്നതിനാണ് enter a day number. ഓക്കെ, enter a day number. ഞാനൊരു 4 കൊടുത്തിരിക്കട്ടെ. ഔട്ട്പുട്ടിൽ എന്ത് വന്നു? ടേസ്റ്റ് ചെയ്യാൻ വന്നു. കണ്ടോ? 4 കൊടുത്താൽ എന്ത് വന്നു? ടേസ്റ്റ് ചെയ്യുന്ന വന്നു. ഇനി ഇത് ഒന്നുകൂടെ റൺ ചെയ്യുക. enter a day number 3 കൊടുത്തു. അപ്പൊ എന്താ ഔട്ട്പുട്ട് വരും? ആദ്യത്തെ പറഞ്ഞു എന്താ ഔട്ട്പുട്ടാ വരുന്നത്? 3 കൊടുക്കുമ്പോൾ എന്താ ഔട്ട്പുട്ടാ വരുന്നത്? ഏതാ വരുന്നത്? വെനസ്ഡേ. അതെങ്ങനെയാ വരുന്നതെന്ന് പറയണേ. എങ്ങനെയാ ഇത് വെനസ്ഡേ കിട്ടിയ? എങ്ങനെയാ? നമ്മള് സ്വിച്ചിന്റെ അകത്ത് നമ്മൾ ഡേ എന്ന് ഈ പ്രോഗ്രാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഡേ എന്ന് പറഞ്ഞ ഒരു വേരിയബിൾ നമ്മൾ ഇവിടെ ഡിക്ലെയർ ചെയ്തു. അതിനുശേഷം പ്രിന്റ് ഓഫ് എൻ്റർ ഡേ നമ്പർ റീഡ് ചെയ്ത് വാങ്ങിച്ചു. എന്നിട്ട് സ്കാൻ ഓഫ് യൂസ് ചെയ്തിട്ട് ഡേ നമ്പർ റീഡ് ചെയ്ത് വാങ്ങിച്ചു. ഓക്കെ, ഇനി അതിനുശേഷം സ്വിച്ചിനകത്ത് എന്തെഴുതണം? സ്വിച്ച് നമ്മൾ പറഞ്ഞില്ലേ, സ്വിച്ച് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞില്ലേ, ആ സ്വിച്ച് അതിന്റെ അകത്തുള്ള എക്സ്പ്രഷനകത്ത് പാസ് ചെയ്യേണ്ടത് ഏത് വേരിയബിളിനെ ആണോ നമ്മൾ റീഡ് ചെയ്യുന്നത് ആ വേരിയബിളിനെ ആയിരിക്കണം പാസ് ചെയ്യേണ്ടത്. ഞാനിപ്പോ ഇവിടെ ഡേ എന്ന് പറഞ്ഞ വേരിയബിളിനെ റീഡ് ചെയ്തത്, ആംപർസാൻഡ്. അപ്പൊ ഇവിടെ പാസ് ചെയ്യേണ്ടത് ഡേ എന്ന് പറഞ്ഞ വേരിയബിൾ ആയിരിക്കണം. ഓക്കെ, എന്നിട്ട് നോക്കുക, കേസ് എന്ന് CASE തന്നെ എഴുതുക. എന്നിട്ട് ഭദ്ര ലെഫ്റ്റ് ആയി പോയായിരുന്നോ? നെറ്റ് തീരാറായോ ഇന്നത്തെ? ഇത് കേട്ടോ? ഞാൻ പറയുന്നത് കേട്ടായിരുന്നോ? ഇത് കേട്ടായിരുന്നോ? ഓക്കെ, അപ്പൊ ഡേയുടെ വാല്യൂ 1 ആവുകയാണെങ്കിൽ എന്ത് പ്രിന്റ് ചെയ്യണം? പ്രിന്റ് ഓഫ് മൺഡേ. ഓക്കെ, അതിനുശേഷം ബ്രേക്ക് ചെയ്തോ, താഴോട്ടുള്ളതൊന്നും നോക്കണ്ട. അതാണ് ഇതിന്റെ അർത്ഥം. ഇനി അത് 1 അല്ല എങ്കിൽ കേസ് 2. അതായത് 2 എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഡേയുടെ വാല്യൂ 2 ആവുകയാണെങ്കിൽ എന്ത് പ്രിന്റ് ചെയ്യണം? പ്രിന്റ് ഓഫ് ട്യൂസ്ഡേ എന്ന് പ്രിന്റ് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യാം? നമുക്ക് ബ്രേക്ക് ചെയ്യാം. ഇനി അതുമല്ല, ഡേയുടെ വാല്യൂ 3 ആവുകയാണെങ്കിൽ എന്ത് പ്രിന്റ് ചെയ്യണം? പ്രിന്റ് ഓഫ് വെനസ്ഡേ. എന്നിട്ട് എന്ത് ചെയ്യാം? ബ്രേക്ക് ചെയ്യാം. ഇനി ഡേയുടെ വാല്യൂ 1, 2, 3 അല്ല, പിന്നെന്താവാനാ ചാൻസ്? 4. അങ്ങനെയാണെങ്കിൽ എന്ത് പ്രിന്റ് ചെയ്യണം? തേഴ്സ്ഡേ എന്ന് പ്രിന്റ് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യാം? ബ്രേക്ക് ചെയ്യാം. ഇനി ഡേയുടെ വാല്യൂ 5 ആവുകയാണെങ്കിൽ എന്ത് പ്രിന്റ് ചെയ്യണം? പ്രിന്റ് ഓഫ് ഫ്രൈഡേ എന്ന് പ്രിന്റ് ചെയ്യണം. ബ്രേക്ക് ചെയ്യുക. ഇനി ഡേയുടെ വാല്യൂ 6 ആവുകയാണെങ്കിൽ എന്ത് പ്രിന്റ് ചെയ്യണം? സാറ്റർഡേ എന്ന് പ്രിന്റ് ചെയ്യണം. ബ്രേക്ക് ചെയ്യണം. ഇനി ഡേയുടെ വാല്യൂ 7 ആവുകയാണെങ്കിൽ എന്ത് പ്രിന്റ് ചെയ്യണം? സൺഡേ എന്ന് പ്രിന്റ് ചെയ്യണം. ഓക്കെ, നമുക്ക് ഡീഫാൾട്ടോടെ നോക്കാവേ. നേരത്തെ ചെയ്തപ്പോൾ അത് കറക്റ്റ് ആയിട്ട് കിട്ടിയില്ല. ഡീഫാൾട്ട് ഡേ നമ്പർ ഞാൻ കൊടുക്കാൻ പോകുന്ന ഡേ നമ്പർ 12 ആണ്. ഔട്ട്പുട്ടിൽ എന്ത് വന്നു? എൻ്റർ എ വാലിഡ് നമ്പർ. കാരണം നമ്മൾ ആ 12ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏതെങ്കിലും ഡേ എഴുതിയിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ട് എന്ത് പ്രിന്റ് ചെയ്തു? ഡീഫാൾട്ട് ബ്ലോക്കിലെ ആ ഒരു കോഡ് എക്സിക്യൂട്ട് ചെയ്തു. മനസ്സിലായോ? ഇത്ര മനസ്സിലായോ? ഭദ്രയ്ക്ക് മനസ്സിലായോ? ഭദ്ര, ഓക്കെ.
അപ്പൊ ഞാൻ ഇതാണ്ട് ഇത്രയും ഇന്ന് നമ്മൾ ഇത്രേ പഠിക്കുന്നുള്ളൂ. എന്നിട്ട് ഞാൻ കുറെ ക്വസ്റ്റ്യൻസ് തരാം, നിങ്ങൾ അതിരുന്ന് ചെയ്യുക കേട്ടോ. അപ്പൊ ഞാൻ ഇതിന്റെ +2 പുസ്തകത്തിനകത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് തരാം, അത് ചെയ്ത് നോക്കണേ. നോട്ട് അയച്ചേക്കാം ഗ്രൂപ്പിൽ കേട്ടോ. ഓക്കെ, ഇത് C++ന്റെ കോഡാണേ. അപ്പൊ ഞാനത് സ്ക്രീൻഷോട്ട് എടുത്ത്